1201 മലയാളം വർഷത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് മകയിരം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രവചനങ്ങളാണ്. 17/8/2025 മുതൽ 17/8/2026 വരെയുള്ള ഒരു വർഷ കാലയളവിലെ പ്രവചനങ്ങളാണ്. 18 വയസ്സ് വരെയുള്ള മകയിരം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലുമോ മരണപ്പെടാനോ അല്ലെങ്കിൽ മരണതുല്യമായ അവസ്ഥയിൽ കോമ സ്റ്റേജിലൊക്കെ തുടരാനോ ഉള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാത്തിനോടും ഭയം വരാനുള്ളൊരു സാധ്യതയുണ്ട്. നാട്ടിൽ നിന്ന് അന്യദേശത്തേക്ക് മാറി താമസിക്കാനും ഉള്ള സാധ്യത കാണുന്നു. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള ചില മകയിരം നക്ഷത്രക്കാർക്ക് നല്ല വിദ്യാഭ്യാസവും പ്രതീക്ഷിച്ച തൊഴിലും ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുമൂലം സാമ്പത്തിക ലാഭവും ഉണ്ടാകാനുള്ള മികച്ച സാമ്പത്തിക നേട്ടവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവാഹവും നടക്കാനുള്ള സാധ്യത കാണുന്നു. സന്താനഭാഗ്യവും ലഭിക്കാം. നല്ല മിത്രങ്ങളും ഉണ്ടാകാം. ശത്രുക്കൾ അടങ്ങിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. മാനസികപരമായ ഉല്ലാസം കൈവരാനുള്ള സാധ്യതയുണ്ട്. ദാനധർമാദികൾ മുറയ്ക്ക് ചെയ്യുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. രുദ്ര സഹസ്രനാമവും നല്ലതാകുന്നു. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. 34 വയസ്സ് മുതൽ 54 വയസ്സ് വരെയുള്ള ചില മകയിരം നക്ഷത്രക്കാർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്കൊക്കെ അപവാദം കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകളിലും ധാരാളമായിട്ട് ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. ചില കേസുകൾ, ചില പരാതികൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ആരും വിശേഷിച്ചും ബന്ധുമിത്രാദികൾ പോലും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വന്നു ചേരാം. ചിലർക്ക് ഇണയുടെ വേർപാട്, ദമ്പതികൾ ആരെങ്കിലും ഒരാൾ മരിക്കാം, അതിൻ്റെ ദുഃഖം നിലനിൽക്കാം. ആശങ്കകളെല്ലാം തകർന്നടിയാം. നമ്മളിൻ്റെ ഒരു ആകാശക്കോട്ടമാതിരി ഒരു പ്രതീക്ഷകളൊക്കെ ഉണ്ട്, അതെല്ലാം തകർന്നടിയേണ്ട ഒരു സാധ്യതയുണ്ട്. ശരീരത്തിന് ക്ഷതം വരാതെ നോക്കണം. എവിടെയെങ്കിലും വീഴ്ച മൂലമോ അല്ലാതെയോ ഒടിവ് ചതവെല്ലാം പറ്റുന്നതിനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ എല്ലാവരോടും കലഹവും ദേഷ്യവും വരാം. സ്വദേശം വിട്ട് അന്യഭാഷാ ദേശത്ത് പോയി ചേക്കേറാൻ അവിടെ പോയി താമസിക്കാം. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ദരിദ്രർക്ക് അന്നദാനവും മറ്റുള്ള ദാനധർമാദികളും സ്വമനസാലെ ചെയ്യുക വളരെ നല്ലതായിരിക്കും. പാവപ്പെട്ടവരെ സഹായിക്കുക, അവരെ ഉപേക്ഷിക്കരുത്, പരിഹസിക്കുകയും ചെയ്യരുത്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ചില മകയിരം നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന മനസമാധാനം ലഭിക്കുന്ന ഒരു സമയമാണ്. ബുദ്ധിയും നേരെഗതിയിലാകും. ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾ കുറയും. മനഃശാന്തി ലഭിക്കും. ശരീരത്തിന് ചില പീഡകൾ, അതായത് അസുഖങ്ങൾ മാത്രം ഉണ്ടായേക്കാം. ധർമ്മപരമായിട്ടാണ് ജീവിതം നയിക്കുന്നതെങ്കിൽ, അതായത് ദാനം, പരസഹായം മുതലായവ ചെയ്താൽ, ആത്മീയ ജ്ഞാനവും കൂടി നേടിയാൽ വളരെ ഗുണമായിരിക്കും. ചില രോഗങ്ങൾ അലട്ടുമെങ്കിലും വലിയ കുഴപ്പങ്ങളില്ലാതെ അതൊക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു സമയമാണ്. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ള ചില മകയിരം നക്ഷത്രക്കാർക്ക് പുത്രനും പുത്രിയും രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ധനനാശം വരാനുള്ള സാധ്യതയുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ധനം ആവശ്യത്തിന് അത് തിരികെ ലഭിക്കാത്തതിനാലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ട സാധ്യതയുണ്ട്. ഹോം നേഴ്സുമാരെ നല്ലവരെ മാത്രമേ വീട്ടിൽ നിർത്താവൂ. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അവർ നിർത്തുന്നത് വളരെ സൂക്ഷിച്ചു വേണം, അല്ലെങ്കിൽ അപകടം വരാനുള്ള സാധ്യത കാണുന്നു. ദുർഗാമന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇണയുടെ മരണം, അതായത് ദമ്പതിമാർ ആരെങ്കിലും ഒരാൾ മരണപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. 77 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ചില മകയിരം നക്ഷത്രക്കാർക്ക്, ഇതിൽ ചില മകയിരം നക്ഷത്രക്കാർക്ക് ബന്ധുക്കൾ ഒത്തുചേരും. ചില നക്ഷത്രക്കാർക്ക് ബന്ധുക്കളെല്ലാം കൂടി ഒത്തുചേരുകയും നിങ്ങളുടെ ജന്മനാൾ പൂജകൾ കൊണ്ടാടുകയും ചെയ്യും. സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കും. വളരെ ഒരു ഗുണമുള്ള ഒരു സമയം, മനസമാധാനം എല്ലാം കൂടി ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക്. ഒരു ജ്യോതിഷ പണ്ഡിതനെ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ വഴി ജാതക പരിശോധന നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കഴിയുന്ന പൂജകൾ, നിങ്ങളാൽ കഴിയുന്ന പൂജകൾ മാത്രം ചെയ്യുക. ഗ്രഹങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നന്മ തിന്മകളെയാണ്. അതായത് വരാനിരിക്കുന്ന തിന്മകളുണ്ടെങ്കിലും നന്മകളുണ്ടെങ്കിലും അത് ചൂണ്ടിക്കാണിക്കുന്നു. ആ തിന്മകളാണെങ്കിൽ നമ്മൾ ഏറെക്കുറെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതെല്ലാം തിന്മകൾ ഒഴിവാക്കാവുന്നതാണ്. അതാണ് ഗ്രഹങ്ങൾ പറയുന്നത്. കഴിയുന്നതും പാവങ്ങളെ വേണ്ടുന്ന വിധം ദാനധർമാദികൾ ചെയ്ത് സഹായിക്കുക. സഹായം ചെയ്യിക്കുന്ന, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അത് സ്വീകരിക്കാൻ അർഹത ഉള്ളവർക്ക് മാത്രമേ ധനസഹായങ്ങൾ ചെയ്യാവൂ. ജ്യോതിഷപരമായോ വാസ്തുപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ വാട്സപ്പിലോ ഫോണിലോ ബന്ധപ്പെടുക. ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.